എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: അബ്കാരി ഉദ്യോഗസ്ഥയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും വാറണ്ട് കൂടാതെ വീടുകൾ പരിശോധിക്കാൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ. വകുപ്പ് 31 പ്രകാരമാണ് അബ്കാരി ഉദ്യോഗസ്ഥയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും വാറണ്ട് കൂടാതെ വീടുകൾ പരിശോധിക്കാൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. ഓക്കെ അല്ലേ? വകുപ്പ് 31. രണ്ടാമത്തെ ചോദ്യം: മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 11. സെക്ഷൻ 11ലാണ് മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഡ്രൈ ഡേ ആയി പരിഗണിക്കപ്പെടുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ സി. ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളി ഡ്രൈ ഡേ ആയിട്ട് കേരളത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. നാലാമത്തെ ചോദ്യം: മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായിട്ട് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് തീയതിയാണ്? ഏതാണ്? ഓപ്ഷൻ സി. ജനുവരി 30. അഞ്ചാമത്തെ ചോദ്യം: തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഡ്രൈ ഡേ ഏർപ്പെടുത്തുന്നത് എത്ര മണിക്കൂർ മുൻപാണ്? തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഡ്രൈ ഡേ ഏർപ്പെടുത്തുന്നത് എത്ര മണിക്കൂർ മുൻപാണ്? എത്രയാണ്? ഓപ്ഷൻ സി. 48 മണിക്കൂർ. 48 മണിക്കൂർ മുൻപാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഡ്രൈ ഡേ ഏർപ്പെടുത്തുന്നത്. ആറാമത്തെ ചോദ്യം: അബ്കാരി നിയമപ്രകാരം 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി. സെക്ഷൻ 15A. സെക്ഷൻ 15A ആണ് അബ്കാരി നിയമപ്രകാരം 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 15A ആണ്. ഏഴാമത്തെ ചോദ്യം: അബ്കാരി നിയമപ്രകാരം 15A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മളിപ്പോൾ പഠിച്ച കാര്യം അല്ലേ? 15A. സെക്ഷൻ 15A എന്തായിരുന്നു? 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിക്കൽ. എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏറ്റവും ദോഷകരമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? കുത്തിവെപ്പാണ് അല്ലേ? കുത്തിവെപ്പാണ് ഏറ്റവും ദോഷകരമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രീതി. ഒമ്പതാമത്തെ ചോദ്യം: കമ്മീഷണർ നിർദ്ദേശിച്ച അളവിൽ കൂടുതലായി മദ്യമോ ലഹരി മരുന്നോ കൈവശം വെക്കാൻ അനുവാദമുള്ളത് ഏത് സാഹചര്യത്തിലാണ്? ഓപ്ഷൻ സി. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയ്ക്കായിട്ട്. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയ്ക്കായിട്ട് കമ്മീഷണർ നിർദ്ദേശിച്ച അളവിൽ കൂടുതലായിട്ട് മദ്യം ലഹരി മരുന്നോ കൈവശം വെക്കാൻ അനുവാദമുണ്ട് ട്ടോ. പത്താമത്തെ ചോദ്യം: NTPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും NTPS ആക്ട് 1985 ബാധകമാണ്. 11ാമത്തെ ചോദ്യം: 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NTPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 12ാമത്തെ ചോദ്യം: NTPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? NTPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഏതാണ്? ഓപ്ഷൻ സി. 31A. 31A പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്. NTPS നിയമത്തിലെ സെക്ഷൻ 31A പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്. 13ാമത്തെ ചോദ്യം: 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി. സെക്ഷൻ 20 പ്രകാരമാണ് ആ വ്യക്തിക്കെതിരെ കേസ് ചുമത്തുന്നത്. 14ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം ഏതാണ്? 1985. ഓപ്ഷൻ സി. 1985 ആണ് ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം. 15ാമത്തെ ചോദ്യം:
NTPS ആക്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേഹപരിശോധന നടത്തിക്കഴിഞ്ഞാൽ പരിശോധന റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിലാണ് സമർപ്പിക്കേണ്ടത്? എത്ര മണിക്കൂറിനുള്ളിലാ? ഓപ്ഷൻ ബി 72 മണിക്കൂറിനുള്ളിൽ അല്ലേ? 16ാമത്തെ ചോദ്യം, കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന NTPS ആക്ട് ഏതാണ്? ഏത് സെക്ഷനാണ്? ഓപ്ഷൻ സി 20. സെക്ഷൻ 20 കഞ്ചാവ്, കഞ്ചാവ് ചെടി എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന NTPS ആക്ടിലെ സെക്ഷൻ 20. 17ാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഡ്രഗ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ചോദ്യം അല്ലേ? പ്രകൃതിദത്ത ഇനത്തിലാണ് സസ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഡ്രഗ്സ് ഉൾപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം, NTPS ആക്ട് നിലവിൽ വന്ന വർഷം? സിമ്പിൾ ചോദ്യം അല്ലേ? എന്നാണ്? ഓപ്ഷൻ എ 1985. 19ാമത്തെ ചോദ്യം, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. 20ാമത്തെ ചോദ്യം, ലൈസൻസ് ഇല്ലാതെ കറുപ്പ്, കഞ്ചാവ് അല്ലെങ്കിൽ കൊക്കോ ചെടികൾ കൃഷി ചെയ്താലുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ലൈസൻസ് ഇല്ലാതെ കറുപ്പ്, കഞ്ചാവ് എന്നിവ കൃഷി ചെയ്താൽ ഉള്ള ശിക്ഷയാണ് 10 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. 21ാമത്തെ ചോദ്യം, ചെറിയ അളവിലുള്ള കഞ്ചാവ് ചെടി കൃഷി ചെയ്തതിനുള്ള ശിക്ഷ? ചെറിയ അളവിലുള്ള കഞ്ചാവ് ചെടി കൃഷി ചെയ്തതിനുള്ള ശിക്ഷ എന്താണ്? ഏതാണ്? ഓപ്ഷൻ എ 1 വർഷം വരെ ആകാവുന്ന കഠിന തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 22ാമത്തെ ചോദ്യം, മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ, ചികിത്സ തുടങ്ങിയവയ്ക്കും മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ വിതരണത്തിനും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NTPS ആക്ടിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 71. 23ാമത്തെ ചോദ്യം, NTPS നിയമത്തിലെ സെക്ഷൻ 50 ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ട്? NTPS നിയമത്തിലെ സെക്ഷൻ 50 എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തായിട്ടാണ്? ഓപ്ഷൻ സി ദേഹപരിശോധന. 24ാമത്തെ ചോദ്യം, മീഥേൻ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം എന്താണ്? ഓപ്ഷൻ സി അല്ലേ? CH5OH. 25ാമത്തെ ചോദ്യം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി അല്ലേ? 99.5% ഈഥെയ്ൻ ആൽക്കഹോളും 0.5% വെള്ളവും ചേർന്നതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. 26ാമത്തെ ചോദ്യം, ആൽക്കഹോളിന്റെ ഗാഢത അളക്കാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ. 27ാമത്തെ ചോദ്യം, 100 പ്രൂഫ് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ ശതമാനം എത്രയാണ്? 50%. 28ാമത്തെ ചോദ്യം, ഈഥെയ്ൽ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം എന്താണ്? ഓപ്ഷൻ ബി C2H5OH. 29ാമത്തെ ചോദ്യം, വീര്യം കുറഞ്ഞ സ്പിരിറ്റിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ഫോർട്ടിഫിക്കേഷൻ. 30ാമത്തെ ചോദ്യം, ഒരേ വീര്യമുള്ളതോ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? ബ്ലെൻഡിങ്. 31ാമത്തെ ചോദ്യം, ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഇതിന്റെ ഷോർട്ട് തന്നിട്ട് ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ENA ഇറക്കുമതിക്കുള്ള ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറം ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഫോറം 4. കേരളത്തിൽ വിൽപ്പന നടത്തുന്ന ബിയറിന്റെ അനുവദനീയമായ പരമാവധി ഗാഢത എത്രയാണ്?
6% അല്ലേ? 33-ാമത്തെ ചോദ്യം, ലഹരി പാനീയങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുവായി കണക്കാക്കുന്നത് ഇതിൽ ഏതിനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA ആണ് ലഹരി പാനീയങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുവായിട്ട് കണക്കാക്കുന്നത്. ENA, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 34-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുന്ന സ്പിരിറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? ന്യൂട്രൽ സ്പിരിറ്റ് അല്ലേ? 35-ാമത്തെ ചോദ്യം, മീഥൈൽ ആൽക്കഹോളിന്റെ ശരിയായ രാസസൂത്രവാക്യം എന്താണ്? ഓപ്ഷൻ സി, CH3OH. 36-ാമത്തെ ചോദ്യം, ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായിട്ട് മോണോസിസ് കടത്തിവിടുന്ന പൈപ്പുകൾക്ക് നൽകുന്ന നിറം ഏതാണ്? ഓപ്ഷൻ സി, നീല നിറം. 37-ാമത്തെ ചോദ്യം, സ്പിരിറ്റ് കുടിക്കാൻ യോഗ്യമല്ലാതാക്കി മാറ്റുന്നതിനായി ചേർക്കുന്ന വസ്തു ഏതാണ്? സ്പിരിറ്റ് കുടിക്കാൻ യോഗ്യമല്ലാതാക്കി മാറ്റുന്നതിനായിട്ട് ചേർക്കുന്ന വസ്തു ഏതാണ്? ഓപ്ഷൻ ബി, ക്രൂഡ് പിരിഡിൻ അല്ലേ? 38-ാമത്തെ ചോദ്യം, കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? എത്രയാണ്? ഓപ്ഷൻ ബി, 37.5 ആണ്. 39-ാമത്തെ ചോദ്യം, അബ്സല്യൂട്ട് ആൽക്കഹോളിലെ ഈഥൈൻ ആൽക്കഹോളിന്റെ അളവ് എത്രയാണ്? അബ്സല്യൂട്ട് ആൽക്കഹോളിലെ ഈഥൈൻ ആൽക്കഹോളിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി, 99.5%. 40-ാമത്തെ ചോദ്യം, വൈപ്പിൻ വിഷമദ്യ ദുരന്തം ഉണ്ടായ വർഷം ഏതാ? ഓപ്ഷൻ ബി, 1982. വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്ന ജില്ല ഏതാ? എറണാകുളം ജില്ലയിൽ അല്ലേ? 41-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബാർ നടത്താൻ എക്സൈസ് വകുപ്പ് നൽകുന്ന ലൈസൻസ് ഏതാണ്? ഓപ്ഷൻ ബി, FL3 ആണ് കേരളത്തിൽ ബാർ നടത്താൻ എക്സൈസ് വകുപ്പ് നൽകുന്ന ലൈസൻസ്. ബിയർ വൈൻ പാർലറുകൾ നടത്തുന്നതിനായിട്ട് അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? 42-ാമത്തെ ആൻസർ, FL11 ആണ് ബിയർ വൈൻ പാർലറുകൾ നടത്തുന്നതിനായിട്ട് അനുവദിക്കുന്ന ലൈസൻസ്. 43-ാമത്തെ ചോദ്യം, മദ്യവിൽപ്പനശാലകൾ FL1 ഷോപ്പുകൾ സ്കൂളുകൾ, അമ്പലങ്ങൾ എന്നിവയിൽ നിന്ന് എത്ര ദൂരെ അകലെ ആയിരിക്കണം? എത്രയായിരിക്കണം? 43-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി, 200 മീറ്റർ അല്ലേ? 44-ാമത്തെ ചോദ്യം, FL1 ലൈസൻസ് ഉള്ള കടകൾ ഒരു സ്കൂളിൽ നിന്ന് എത്ര അകലത്തിൽ ആയിരിക്കണം? എത്രയായിരിക്കണം? ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? 44-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി, 200 മീറ്റർ. 45-ാമത്തെ ചോദ്യം, നിലവിലെ നിയമപ്രകാരം ഒരാൾക്ക് പെർമിറ്റ് ഇല്ലാതെ കൈവശം വെക്കാവുന്ന പരമാവധി കള്ളിന്റെ അളവ് എത്ര? ഓക്കെ, എത്രയാണ് പെർമിറ്റ് ഇല്ലാതെ കൈവശം വെക്കാവുന്ന പരമാവധി കള്ളിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി, 1.5 ലിറ്റർ അല്ലേ? 46-ാമത്തെ ചോദ്യം, ബിയർ വൈൻ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വീര്യം കൂടിയ മദ്യം വിളമ്പാൻ അനുവാദമുണ്ടോ? ഇല്ല. ഓപ്ഷൻ സി, വിളമ്പാൻ പാടില്ല. KSBC, KSCCF എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ്? FL1 ലൈസൻസ് അല്ലേ? 48-ാമത്തെ ചോദ്യം, സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പന നടത്താം? എത്ര മണിക്കൂറാണ്? ഓപ്ഷൻ സി, 12 മണിക്കൂർ അല്ലേ? 49-ാമത്തെ ചോദ്യം, അതാത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ABC അല്ലേ? ഓപ്ഷൻ എ, ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ. ABC ആണ് ഓരോ സംസ്ഥാനങ്ങളിലെയും വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ. 50-ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്തതും ഇന്ത്യൻ നിർമ്മിതവുമായ വിദേശ സ്പിരിറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ ഗാഢത എത്രയാണ്? 35 അല്ലേ? ഓപ്ഷൻ സി. 51-ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം? കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ ബി, 1984 കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത്. 52-ാമത്തെ ചോദ്യം,
മദ്യ ലൈസൻസ് നൽകുന്നത് ഏത് വകുപ്പാണ്? ആരാണ്? എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. എക്സൈസ് വകുപ്പാണ് അല്ലേ? 53ാമത്തെ ചോദ്യം, മദ്യ ലൈസൻസ് എന്നത് എന്തിനാണ് നൽകുന്നത്? എന്തിനാണ് മദ്യ ലൈസൻസ് നൽകുന്നത്? മദ്യം കുടിക്കാൻ മാത്രമാണോ? മദ്യത്തിന്റെ ഉൽപാദനം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വെക്കൽ എന്നിവയ്ക്കായിട്ടാണോ? അതോ മദ്യം നിരോധിക്കാനാണോ? അതോ മദ്യം സംഭരിക്കാൻ മാത്രമാണോ? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയത്. മദ്യത്തിന്റെ ഉൽപാദനം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വെക്കൽ എന്നിവയ്ക്കായിട്ടാണ് അല്ലേ? ഓക്കെ. 54ാമത്തെ ചോദ്യം, 18 വയസ്സിന് താഴെ പ്രായം ഉള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? ഏതാ വകുപ്പാണ്? എല്ലാവർക്കും അറിയുന്ന ചോദ്യമല്ലേ? 54ാമത്തെ ഓപ്ഷൻ ബി സെക്ഷൻ 6. 55ാമത്തെ ചോദ്യം നോക്കാം. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 4 ആണ് അല്ലേ? 56ാമത്തെ ചോദ്യം, പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാൻ അധികാരം നൽകുന്ന കോട്ട്പ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 21 ആണ്. 57ാമത്തെ ചോദ്യം, പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ ലഭിക്കാവുന്ന പരമാവധി പിഴ ശിക്ഷ എത്ര രൂപയാണ്? ഓപ്ഷൻ ബി 200 രൂപ. കോട്ട്പ എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? എത്രയാണ്? 30. ഓപ്ഷൻ ഡി 30 മുറികളിലാണ് പ്രത്യേകമായിട്ട് സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടത്. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്ര രൂപയാണ്? ഓപ്ഷൻ സി 200 രൂപ അല്ലേ? ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? 60ാമത്തെ ചോദ്യം ഏതാണ്? മെയ് 31. ഓപ്ഷൻ സി 31, മെയ് 31 കേട്ടോ. സിഗരറ്റിന്റെയോ മറ്റെന്തെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ ലേബലുകളും മുന്നറിയിപ്പുകളും ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന കോട്ട്പ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 9 ആണ് അല്ലേ? 62ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? എത്ര % ആണ്? 85% അല്ലേ? 85% ആണ് ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ഉണ്ടാവേണ്ടത് 85% സ്ഥലത്താണ് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞു. ഇനി അടുത്തൊരു പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കാരണം 20 മാർക്കാണ്. മറ്റ് GK ടോപ്പിക്സും നോക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സിനും നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.